ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന വേനൽ തുമ്പികൾ ക്യാമ്പിന് തുടക്കമായി. 2 വാരാന്ത്യങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് 4 ദിവസം നീണ്ടു നിൽക്കും. ജൂലൈ 11, 12, 18, 19 തീയതികളിലായി ദാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ വെച്ച് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന വേനൽ തുമ്പികൾ ക്യാമ്പിൽ 200ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കേരള വിംഗ് കൺവീനർ അജയൻ പൊയ്യാറ അധ്യക്ഷനായ ചടങ്ങിൽ പ്രവാസി ക്ഷേമനിധി ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ വിൽസൺ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വേനൽ തുമ്പികളുടെ സംസ്ഥാന പരിശീലകനും 2020 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ TV രഞ്ജിത്താണ് ഇത്തവണ ക്യാമ്പ് നയിക്കുന്നത്. സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന മറ്റൊരു വിഷയമാണ് ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ വിപത്ത്. ആ വിപത്തിനെതിരായ സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള, ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനവും കൂടി ഈ ക്യാമ്പിന്റെ ഭാഗമായി നമ്മളിപ്പോ ചിട്ടപ്പെടുത്തുകയാണ്. ശാസ്ത്രബോധത്തിൽ നിന്ന്, യുക്തിചിന്തയിൽ നിന്ന് കുട്ടികളെ അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു ഇടപെടൽ നമുക്ക് ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രബോധം ഏറ്റവും നല്ല നിലയിൽ ഫലപ്രദമായി നമ്മുടെ കുട്ടികളിൽ നടപ്പിലാക്കുക എന്നെല്ലാം ഈ ക്യാമ്പിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി സന്തോഷ് കുമാർ, മലയാളം മിഷൻ ഒമാൻ പ്രസിഡന്റ് K. സുനിൽകുമാർ, കേരള വിഭാഗം കോ കൺവീനർ ജഗദീഷ്, കേരള വിംഗ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ സുനിത്, റിയാസ് അമ്പലവൻ, കേരള വിംഗ് ബാലവിഭാഗം സെക്രട്ടറി റോഫിൻ ജോൺ, ജോയിന്റ് സെക്രട്ടറി ജുമി സിയാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ സർഗവാസ്യങ്ങൾ കണ്ടറിഞ്ഞ് അവയെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ വിനോദവും വിജ്ഞാനപ്രദവുമായാണ് ക്യാമ്പിന്റെ കരിക്കുലം തയ്യാറാക്കിയിരിക്കുന്നത്. പല രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഡാൻസ്, പാട്ട്, ചിത്രം, പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ക്യാമ്പ് സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും എനിക്ക് വരാൻ ഇഷ്ടമുള്ള ഒരു ക്യാമ്പാണ്. ഈ വർഷത്തെ ക്യാമ്പ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, 1 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടിയ ഒരു ക്യാമ്പാണിത്. അപ്പൊ എനിക്ക് അത്രത്തോളം വേണ്ടിയിരുന്നൊരു ക്യാമ്പ് തന്നെയായിരുന്നു. അവധിക്കാലത്തെ ഒറ്റപ്പെടലുകളിൽ നിന്ന് പുറത്തു കടക്കുക, സാമൂഹ്യ ജീവിതത്തിൽ കുട്ടികൾ ഉയർത്തിപ്പിടിക്കേണ്ട ശീലങ്ങളും മൂല്യങ്ങളും സമീപനങ്ങളും സംബന്ധിച്ച ധാരണ കുട്ടികളിൽ എത്തിക്കുക എന്നിവയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. കൈരളി ന്യൂസ്, ഒമാൻ.